പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയ്ക്കിടയിൽ അവർ നിരന്തരം ദൈവശക്തിയാൽ നയിക്കപ്പെട്ടു, ദൈവ പരിപാലനയുടെ കരങ്ങളിൽ അവർ സംവഹിക്കപ്പെട്ടു, നയിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം ഈ പരിപാലനയുടെ കരം അവർക്ക് ദൃശ്യമാകാതെ വന്നു, ആ സമയങ്ങളിലൊക്കെ ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്ന നേതാക്കന്മാർ അവർ ദൈവജനത്തെ ഒന്നിച്ചുകൂട്ടി ദൈവം നൽകിയ നന്മകളോർത്ത് നന്ദി പറയുവാൻ ഇസ്രായേൽ ജനത്തെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. നിരന്തരമായി അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധനാ സമൂഹമായി അവർ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഇറങ്ങി വ്യാപരിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 86-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം തിരുവചനം ബൈബിൾ പ്രകാരം പറയുന്നു, കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കും. അങ്ങ് സൃഷ്ടിച്ച ജനതകൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കും. യേശുവിനെ ആരാധിക്കണം, സർവശക്തനെ ആരാധിക്കണമെന്ന് ചട്ടമാണെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നുവല്ലോ. ആകയാൽ ഈ രാത്രിയിൽ വീണ്ടും അല്പസമയം കൂടി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയാണ്. ഈ തുടർന്നുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പിൽ നമ്മെ ശുശ്രൂഷയിൽ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ മാത്യു പീഡിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നല്ല കർത്താവിനെ വീണ്ടും കൃപയുടെ അഭിഷേകം നിറയുവാൻ, ശക്തി നിറയുവാൻ വേണ്ടി ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുവരോടത്തെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബാറൂക്കിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ ആശ്വാസം അരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുവരുത്തി നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ ആശ്വാസം അരുളും. ഹല്ലേലൂയ. ഇനി അടുത്തിരിക്കുന്ന കരം പിടിച്ചിട്ട് ആ വ്യക്തിയോട് സ്നേഹത്തോടെ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഈ വചനം നമ്മൾ അവരോടൊന്ന് പറയാൻ, ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ ആശ്വാസം അരുളും. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ ബോധ്യത്തോടെ വലതുവരോടത്തെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം പറയാണ്, നിനക്ക് പേരിട്ട ഞാൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും. ഇന്നൊരു പക്ഷേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഒരുപക്ഷെ അതിന് കാരണം നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അനേക നാളുകളായിട്ട് യാഥാർത്ഥ്യമാകാത്ത ജീവിതത്തിൻ്റെ ചില പച്ചയായ അനുഭവങ്ങളുടെ കൺമുമ്പിൽ തളർന്നു നിൽക്കുന്നവരാ ഏറെ പേരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ആരാധനയിൽ ചേർന്ന് ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നവരും അവരുടെ വ്യക്തി ജീവിതത്തിനും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിനക്ക് പേരിട്ട ഞാൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും. വിശ്വാസത്തോടെ വലതുവരോടത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ചുകൂടെ ശബ്ദമെടുത്തെന്ന് പറയാമോ? ജീവനോടെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജെറമ്യായുടെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തളർന്നിരിക്കുന്നവരോട്, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ പകച്ചു നിൽക്കുന്നവരോട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമാം വിധം നമ്മുടെ ആരുടെ ജീവിതത്തിൽ യാതൊന്നുമേ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് ഏറെ നന്ദി പറയുന്നവരാ, നല്ലത് തന്നെ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നോക്കി അവിടത്തേക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ 33:3 പറയുക, എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈ രാത്രി ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഈ ആരാധനയിലേക്ക് ഹൃദയപൂർവ്വം കടന്നു വരുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് പറയാണ്, നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു. നിന്റെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീരുകൾ അവൻ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലങ്ങളിൽ നിന്ന് വീണ്ടും കരം പിടിച്ചുയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ആ വിശ്വാസത്തോടെ ബോധ്യത്തോടെ വലതുകരമെഴുത്തി ഒരിക്കൽ കൂടെ ജീവനോടെ പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. ജീവിക്കുന്ന കർത്താവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവമാണ് പറഞ്ഞത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ളത്? നീ ഒരു ശ്രേഷ്ഠ ജനതയാ. നിന്റെ കുടുംബം ഒരു ശ്രേഷ്ഠമായ കുടുംബമാണ്. കർത്താവ് പറയുന്നു, നീ ഒരു ശ്രേഷ്ഠ ജനതയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മുമ്പിൽ തളർന്നു നിൽക്കുകയാണോ? പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരിക. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടിട്ട് ദൈവം തന്റെ ദൂതനെ പറഞ്ഞു വിടുകയല്ല ചെയ്തത്. അവരുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ജീവിക്കുന്ന ദൈവം സ്വർഗം വിട്ടിറങ്ങി വന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രിയ പൈതലേ, ആ ദൈവത്തെ ഒന്ന് കൺമുമ്പിൽ കാണുക. നിന്റെ പ്രശ്നം എന്താണ്? രോഗക്കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ രോഗത്തെ ഓർത്ത് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇന്ന് കർത്താവിനെ ആരാധിക്കാമോ? ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടിയ ഒരു കുടുംബമാണോ? കടബാധ്യത കൊണ്ട് തകർന്നു പോയൊരു കുടുംബമാണോ? ദൈവം ചോദിക്കുന്നു, നിന്റെ കടബാധ്യത ഓർത്ത് നിനക്ക് ദൈവത്തെ ആരാധിക്കാമോ? നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം കടന്നു വരും. പ്രിയ പൈതലേ, നിന്റെ കണ്ണുനീരുകളെ ഓർത്ത് കർത്താവിനെ ആരാധിക്കുക. നീ അവിടെ തളർന്നു നിൽക്കരുത്. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ നീ? നിന്റെ മക്കളുടെ വിവാഹ തടസ്സമാണോ നിന്റെ വേദനയുടെ കാരണം? മക്കളുടെ ജോലി തടസ്സമുണ്ടോ? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, അനേക വർഷമായി വാടക വീടിൽ മാറി മാറി താമസിക്കുന്ന വ്യക്തികളാണോ? നിരന്തര രോഗപീഠകൾ കൊണ്ട് തകർക്കപ്പെട്ട ഒരു കുടുംബമാണോ? പാപത്തിന്റെ അശുദ്ധിയിൽ തകർന്നു പോയ ഒരു വ്യക്തിയാണോ നീ? ഇന്ന് നിനക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്താമോ? നിന്റെ തകർച്ചകളെ ഓർത്ത്, വേദനകളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാമോ? ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ദൈവസന്നിധിയിലേക്ക് കരമുയരട്ടെ. ഈ ഉയർത്തിയ കരങ്ങളിൽ നിങ്ങളുടെ തകർച്ചകളോ രോഗപീഠകളോ നിരാശകളോ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആ സർവശക്തനായ ദൈവത്തെ വിളിക്കുക. ആ ദൈവത്തെ വിളിക്കുക. ജെറമിയ 33:3 അവിടുത്തെ വിളിക്കുക. ആ ദൈവം ഇടപെടും. യേശുവേന്ന് വിളിച്ചൊന്ന് ആരാധിക്കാമോ? യേശുവേന്ന് ആരാധിക്കുക. എല്ലാവരും ശബ്ദമുയരട്ടെ. ആദരത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. ഹൃദയം ഉണരട്ടെ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു. എല്ലാവരും ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുക. യുവതി യുവാക്കളെ, നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ബാലിക ബാലന്മാരെ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനെ വിളിക്കുക. ദൈവത്തെ വിളിക്കുക. യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹൃദയത്തിൽ നിന്ന് ഒരു ആരാധന ഉയരട്ടെ. ശബ്ദമുയരട്ടെ. ശബ്ദമുയർത്തി അതരം തുറന്ന് എല്ലാവരും വിളിക്കുന്നു, യേശുവേ. നിന്നെ ശക്തനാക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ ദൈവത്തെ വിളിച്ചാരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹലാ, ഹലാ, ഹലാ. യേശുവേ, യേശുവേ, എന്റെ യേശുവേ. ഞങ്ങളുടെ തകർച്ചകളെ ഓർത്ത് ആരാധിക്കുക.
ആരാധിക്കുന്നു. രോഗപീഠകളെ ഓർത്ത് ആരാധിക്കുന്നു. കടബാധ്യതയെ ഓർത്ത് ആരാധിക്കുന്നു. കുടുംബത്തിലെ തകർച്ചകളെ ഓർത്ത് ആരാധിക്കുന്നു. ദൈവമേ, നിന്റെ ശക്തി കടന്നു വരട്ടെ. വഴിപിടച്ചു പോയി ജീവിതങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപബന്ധനങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, എന്റെ യേശുവേ, യേശുവേ, കർത്താവേ, കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ. നിന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ നിനക്ക് സർവ്വത സാധ്യമാ. പ്രിയ പൈതലേ, നീ തളർന്നു പോകരുത്. നിന്റെ കഷ്ടത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക. ദൈവം ഇറങ്ങി വരും. ഇന്ന് നിന്റെ കുടുംബത്തിലെ കർത്താവ് വരും. യേശു വരും. നിന്റെ രോഗക്കിടക്ക ചുരുട്ടുവാൻ യേശു ഇറങ്ങി വരും. യേശുവേ, ഒന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. കണ്ണുകൾ തുറന്ന് കരങ്ങൾ ശക്തമായി അടിച്ച് ആ ദൈവത്തെ ആരാധിക്കുക. അസാധ്യമായിട്ട് എനിക്കൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി രാത്രിയിൽ പാടാമോ? എന്റെ ദൈവത്തിന് അസാധ്യമായി എനിക്ക് യാതൊന്നുമേ ഇല്ലെന്ന്. ദൈവത്തിന്റെ ശക്തി കടന്നു വരും. ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി. ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ചേർന്ന് പാടാം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. കരങ്ങളൊന്ന് ഇരുവശങ്ങളിലേക്ക് അടിച്ച്, ഇരുവശങ്ങളെ കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, പരസ്പരം നോക്കി പുഞ്ചിരിച്ച് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹമൊക്കെ ഒന്ന് പ്രകടമാക്കി ഒന്ന് ആരാധിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവാരാധനയെ ഭാരങ്ങൾ നീങ്ങിപ്പോകും. നീ ഇതെല്ലാം കുലുങ്ങേണ്ടി വരില്ല. യേശു നിന്റെ കരം പിടിക്കും. ഒരു ദൈവം നിന്റെ കൂടെ നടക്കും. ആ ബോധ്യത്തോടെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച്, കരങ്ങൾ താഴ്ത്തിയടിച്ച്, ആമേൻ. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധി
ചേർത്ത് പിടിക്കാം. കരങ്ങളൊന്ന് കോർത്തു പിടിക്കുക. നമ്മുടെ ജീവിതത്തില് അസാധ്യങ്ങളെ സാധ്യനാക്കുന്ന ദൈവം, എല്ലാ തിന്മയും നമ്മെ വിടുവിക്കുന്ന കർത്താവ്, അവന്റെ അത്ഭുതകരമായ ശക്തി ഈ ആരാധനയിൽ നമ്മളെ പരിവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഈ കോർത്തി കരങ്ങളൊന്ന് ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് യേശുവിനെ ഒരിക്കൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്റെ കർത്താവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സകല തിന്മകളും ഞങ്ങൾ നീങ്ങിപ്പോട്ടെ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾ നിറയട്ടെ, തിന്മകൾ നിർവീര്യമാട്ടെ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് വീണ്ടും ശക്തമായിട്ട് ആരാധിക്കുന്നു. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി കരങ്ങളടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ വിളിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ രാത്രിയിൽ എന്നെ സംഭവിക്കണം. എന്റെ കുടുംബത്തിൽ ദൈവം ഇടപെടണം. എന്റെ വൃദ്ധത്തിന്റെ കർത്താവ് ഇറങ്ങി വരണം. ചെങ്കടൽ വിഭജിച്ച ദൈവം ജോർദാൻ നിന്നെ കടക്കാൻ ശക്തി തരുന്നവനാണ്. അവനെ ആരാധിക്കുക, അവനെ ആരാധിക്കുക. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ വിടുവിച്ച ദൈവമേ, നിന്റെ സാന്നിധ്യം അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വെറുതെ എന്നുറങ്ങി അവനെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ, 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 ഈശോയേ, ഈശോയേ. എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് ഏറ്റവും ശാന്തതയിലൊന്ന് നിൽക്കുക. കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഖം, യേശുവിൻ്റെ മുഖം ഇപ്പോൾ കൺമുമ്പിൽ കാണുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നിലകളിൽ നാം അവനെ ഉപേക്ഷിച്ച് നടന്നു പോയ എത്രയോ വഴികളുണ്ട്. ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ തളർന്നു പോയ വ്യക്തിയാണോ? നിരാശയുടെയും കണ്ണുനീരിൻ്റെയും കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയോ കുടുംബമാണോ നിൻ്റേത്? പ്രിയപ്പെട്ടവരെ, ഇത് നിന്റെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനമെടുക്കേണ്ട സമയമാണ്.
ലോകത്തെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തോട് മന്ത്രിക്കുന്നില്ല. പാപത്തെയും അശുദ്ധിയെയും ഉപേക്ഷിക്കുവാൻ ദൈവം നിനക്ക് പ്രേരണ നൽകുന്നില്ലേ? കർത്താവിന്റെ ശബ്ദത്തിന് കാതോർക്കുക. ദൈവമേ, എൻ്റെ യേശുവേ, നിന്നെ തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നിതാ കർത്താവേ, നിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ കൂടെ നടക്കാൻ അങ്ങല്ലാതെ ആരുമില്ലെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു കർത്താവ്. എൻ്റെ കണ്ണുനീര് തടയ്ക്കാൻ ഒരു വ്യക്തി പോലും ഇന്നോളം കടന്നു വന്നിട്ടില്ല. കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ താപോർ അനുഭവങ്ങൾ കൂടെ ഇടിക്കാൻ ഏറെ പേരുണ്ടായിരുന്നു. എന്നാൽ കർത്താവേ, അവിടുന്ന് അറിയുന്നു എൻ്റെ വേദനകൾ. എൻ്റെ കുരിശിൻ്റെ വഴികളിൽ താങ്ങുവാൻ ആരുമില്ല ഈശോ. ഈശോയ്ക്ക് ജീവിതമൊന്ന് സമർപ്പിക്കാമോ? ഇപ്പോൾ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തെ കൊടുക്കാമോ? തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി പറയാമോ, യേശുവേ, നീ മതി എനിക്ക് കർത്താവേ. എൻ്റെ മരുഭൂമി അനുഭവത്തിലൂടെ, പൊള്ളുന്ന അനുഭവങ്ങളോടെ ഞാൻ നടക്കുമ്പോഴും എൻ്റെ കൂടെ നടക്കുവാൻ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഈശോയെ, ഈശോയെ, നിന്റെ വിലപ്പാടുകളല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല ദൈവമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഹൃദയപൂർവ്വം യേശുവിനെ ജീവിതം സമർപ്പിക്കുക. നീ മതി എന്നേശു. നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. യേശുവേ, നീ മതി കർത്താവേ, നീ മാത്രം മതി എനിക്ക്. എന്റെ പൊന്നു തമ്പുരാനെ, യേശുവേ, ചേർന്ന് പാടാമോ? ഈ മരുഭൂയാത്രയിൽ യേശുവേ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എത്രയോ വേദനകളിൽ തളർന്നു പോയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. നേർന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഒരു മെഴുകുതിരി പോലെ ഉരുകീകരിച്ചിട്ടില്ലേ നിന്റെ ജീവിതം? എത്രയോ രാത്രികളിൽ സങ്കടപ്പെട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏകാന്തതകളിൽ നമ്മളെ താങ്ങുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാൻ ആരും നമുക്കുണ്ടായിരുന്നില്ല. ഈശോയോട് പറയാം, നീയല്ലാതെ എനിക്ക് ആരുമില്ല കർത്താവേ, നീയല്ലാതെ എനിക്ക് ആരുമില്ല. യേശുവേ, എൻ്റെ പൊന്നേശുവേ, നിന്റെ കരം നീട്ടി എന്നെ താങ്ങണമേ, നീ എന്നെ സഹായിക്കണം.
എല്ലാ ഭാരങ്ങളും സമർപ്പിക്കും, എല്ലാ കണ്ണുനീരും സമർപ്പിക്കും, ഒരു ആരാധനയാക്കി മാറ്റും. നീയല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ നീയല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയെന്നേ താങ്ങിടുവാൻ പ്രിയനേ തള്ളരുതേഴയെന്നേ. ഇരു കരങ്ങളും ഉയർത്തി യേശു സന്നിധിയിലേക്ക് ചേർന്ന് പാടാം. ജീവിതം സമർപ്പിച്ച് ഈ മരുഭൂയാത്രയിൽ യേശുവേ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ. വീണ്ടും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടഞ്ഞ് ഈശോയെ മുമ്പിൽ കണ്ടുകൊണ്ട് ചേർന്ന് നിൽക്കുക. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, ഉള്ളം കലങ്ങുന്ന വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാകാം നമ്മൾ ഓരോരുത്തരും. ഉറ്റവര് നമ്മളെ തള്ളിപ്പറഞ്ഞ ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ ആ വേളകളിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഉന്നതനം പുന്നോമന പുത്രനമായ യേശു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നില്ലേ? നിന്നെ എനിക്ക് വേണം മകനെ മകളെ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ മാറോട് നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ? ആ യേശുവിനെ ഒന്ന് കാണാമോ? അവന്റെ വിട്ടുപിരിയാത്ത സ്നേഹത്തെ ഒന്ന് ഓർക്കാമോ? യേശുവേ, ഈശോയെ, ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉന്നത നന്ദനനേ ഉണ്ടെനിക്കാശ്രയം നീ ഉന്നതനന്ദനനേ ഉണ്ടെനിക്കാശ്രയം നീ. ഇരുകരങ്ങളും ഉയർത്തി യേശുവേ, മതിയെന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ. ഇരുകരങ്ങളും വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ജീവിതത്തിലുണ്ടായ എല്ലാ നൊമ്പരങ്ങളും പരാജയങ്ങളും എല്ലാ തകർച്ചകളും അതിന്റെ വേദനയും ദുഃഖവും നൊമ്പരവും പ്രിയമുള്ളവരെ യേശു സന്നിധിയിൽ ഒരു ആരാധന ഉയരട്ടെ. നിന്റെ ഹൃദയത്തിലെ കണ്ണുനീര് കാണുന്ന ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം. യേശുവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിക്കുക, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആഗാറിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന ദൈവം, അന്നയുടെ കണ്ണുനീർ കണ്ട ദൈവം
മഗ്ദല മറിയത്തിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന യേശു കർത്താവ്, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ അവൻ ഇറങ്ങി വരും. ആ യേശുവിനെ വിളിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയം കൊടുത്ത് ആരാധിക്കുക. ഹൃദയത്തിലെ വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളെല്ലാം ആരാധനയെ മാറട്ടെ. ഹല്ലേലൂയ. എന്റെ യേശുവേ, എന്റെ കർത്താവേ, നീ മതി എനിക്ക്. എന്റെ യേശുവേ, ലോകത്തിന്റെ വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, പാപത്തിന്റെ വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, എന്റെ യേശുവേ, നിന്റെ കൂടെ നടക്കുവാൻ, നിന്റെ കൂടെ നടക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. പിതാവേ, പിതാവേ, അഭയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. കരങ്ങൾ വീണ്ടും വന്ന് നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയമുള്ളവരെ, എബ്രായലേഖനം 13:5 പറയുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കർത്താവിനൊന്ന് കൺമുമ്പിൽ കണ്ടേ. നിന്റെ പ്രിയപ്പെട്ട പങ്കാളി നിന്നെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, വാക്കുകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സ് വിങ്ങുന്ന വേദന കൊണ്ട് ഹൃദയം നിറഞ്ഞ സങ്കടവും കണ്ണുനീരും നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. അതേ പ്രിയരെ, എന്നാൽ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. അവനെ കാണുക. ജെറമ്യാ 31:9 അവൻ അരുളി ചെയ്തു, അവർ കണ്ണീരോടെയാണ് വരുന്നത്. എന്നെയും നിങ്ങളെയും കണ്ട സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, എന്റെ മക്കൾ കണ്ണീരോടെ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. പ്രിയമുള്ളവരെ, ഇനി നീ ഏകാന്തതയിൽ നിലവിളിക്കരുത്. നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ വിങ്ങിപ്പൊട്ടരുത്. ഒരു നിലവിളി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരരുത്. ഒരു ദൈവം നിനക്കുണ്ട്, ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ നീറുന്ന വേദനകളിൽ, നിന്റെ കണ്ണുനീരിൽ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ ഒന്ന് കാണാമോ? അവന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യത്തെ ഒന്ന് തേടുക. ഈശോയെ, ഈശോയെ, അവന്റെ ജീവിതം സമർപ്പിക്കുക. എല്ലാ വേദനയും കൊടുക്കുക, എല്ലാ കണ്ണുനീര് സമർപ്പിക്കുക. യേശുവേ, ഉള്ളം കലങ്ങിടുമ്പോ യേശുവേ, ഉറ്റവർ മാറിടുമ്പോ ഈശോയെ, ഉള്ളം കലങ്ങിടുമ്പോ യേശുവേ, ഉറ്റവർ മാറിടുമ്പോ ദൈവമേ, ഉന്നത നന്ദനേ ഉണ്ടെനിക്കാശ്രയം നീ. അവന്റെ മാറോടൊന്ന് ചേർന്ന് നിന്ന്. ഉന്നത നന്ദനേ യേശുവേ, ഉണ്ടെനിക്കാശ്രയം നീ. ഈശോയെ, നീ മതി എന്റെ അതേ കർത്താവ്, ഈ ലോകത്തിൽ ആർക്കും എന്നെ വേണ്ട. ഈ മരു ഭൂയാത്രയിൽ ഞാൻ മരുഭൂമിയിലൂടെ യാത്ര. കൂടെ നടന്നിടുവാ, കണ്ണീർ തുടച്ചിടുവാ, അവന്റെ മുറിവേറ്റ കരം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നില്ലേ? കൂടെ നടന്നിടുവാ, എല്ലാരും നിന്നെ ഉപേക്ഷിച്ചു. കണ്ണീർ തുടച്ചിടുവാ, അതെ, ഈ ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചപ്പോ കൂടെ നടന്നിടുവാ, പ്രിയപ്പെട്ടവർ നിന്നെ വേദനിപ്പിച്ച് അവഗണിച്ച് നടന്നു പോയപ്പോ കണ്ണീർ തുടച്ചിടുവാ, വേദനയുടെ മധ്യയിൽ നീ വെന്തുരുകിയപ്പോ ഒരു ദൈവം നിന്റെ കൂടെ നടന്നില്ലേ? ഒരു ദൈവം നിന്റെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയില്ലേ? ആ യേശുവിനെ വീണ്ടും ഒന്ന് കാണാമോ? ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമൊന്നുയർത്തുക, കരമൊന്നുയർത്തുക. വീണ്ടും ഹൃദയം സമർപ്പിച്ച്
ജീവിതം പൂർണ്ണമായ ബോധ്യത്തോടെ ജീവനും ജീവിതവും അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയോട് ഒരിക്കൽ കൂടി നമുക്ക് പറയാം, നീ മതി യേശുവേ, നീ മതി യേശുവേ എനിക്ക്. യേശു നീ മതി എന്നേശുവേ, യേശു ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ നീ കൂടെ നടക്കണം യേശു. കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ. യേശുവേ, യേശുവേ. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് ഒരു നിമിഷം കൂടെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ശാന്തമായി നിൽക്കുക. ഹൃദയം കൊണ്ട് അവിടത്തേക്ക് നന്ദി പറയും. നമ്മെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്തവൻ, നമ്മെ അനുഗ്രഹിച്ചവൻ, ഉറ്റോരും മുടയോടും തള്ളിപ്പറയുമ്പോഴും പ്രിയപ്പെട്ടവർ നമ്മളെ അവഗണിക്കുമ്പോഴും മരുഭൂമിയുടെ ഏകാന്തതയിൽ നീ തള്ളപ്പെടുമ്പോഴും യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നമ്മുടെ കൂടെയുണ്ട്. അതാണ് എൻ്റെ ഉറപ്പ്. ദൈവത്തിന് നന്ദി പറയുക. നമ്മളോട് നമ്മൾ പറയുക, എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്.